ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, പഴങ്ങളെ കുറിച്ചാണ്. പഴങ്ങൾ പിന്നെ നമ്മൾ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, പഴങ്ങൾ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താ, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും. ഒത്തിരിയും പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ജ്യൂസൊക്കെ എപ്പോഴാണ് കഴിക്കണ്ടേ എന്ന്. കഴിയുന്നത് ഞാൻ റിപ്ലൈ അതിനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാനുള്ളവർക്കായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ പഴങ്ങളെ കുറിച്ച് ഞാൻ ഇടുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പോസ്റ്റ് കാണണം. ഇപ്പോൾ പഴങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത് എപ്പോഴാണ് കഴിക്കണമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അല്ലേ. എങ്ങനെയെങ്കിലുമൊക്കെ അത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പഴങ്ങൾ എപ്പോഴും ഒഴിഞ്ഞ വയറിൽ കഴിക്കണമെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്നോ, ഇപ്പം ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ പുട്ടും പഴവും കഴിക്കാമെന്ന് വിചാരിക്കും. പുട്ടും പഴം കഴിച്ചു കഴിയുമ്പോൾ ഒത്തിരിയും പേർക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഗ്യാസാണ്, വലിയ പ്രശ്നമാണെന്നൊക്കെ. അതിന് കാരണം ഈ പഴമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴവും പുട്ടും കൂടെ കഴിക്കുന്നതാണ് അതിൻ്റെ പ്രശ്നം. പഴം ഇപ്പം നമ്മൾ തന്നെ പഴം കഴിക്കുകയാണെങ്കിൽ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആമാശയത്തിലോട്ട് പോയി അവിടെ നിന്ന് ഡയറക്റ്റ് കുടലിലോട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം ഒരു കാര്യം നടത്തുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യ ടോക്സിൻസിനെല്ലാം ഇത് തള്ളിക്കളയുന്നുണ്ട് പഴം തന്നെ കഴിക്കുമ്പോൾ കേട്ടോ. അതേസമയം പഴവും പുട്ടും കൂടെ കഴിക്കുക, അല്ലെങ്കിൽ പഴവും ബ്രെഡും കൂടെ ഒക്കെ കഴിക്കുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഹാരം ആമാശയത്തിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ദഹനരസങ്ങളൊക്കെ ആയിട്ട് അങ്ങ് കലർന്നു കഴിയുമ്പോൾ അത് ആസിഡായി തീരുകയും അതുപോലെ തന്നെ പുളിച്ച് ആകപ്പാടെ ഗ്യാസ് ഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ ആഹാരത്തിൻ്റെ കൂടെ പഴം കഴിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതില്ലാതിരിക്കുന്നതിന് എപ്പോഴും ഒഴിഞ്ഞ വയറിലാണ് നമ്മൾ പഴം കഴിക്കേണ്ടത്. മിക്കവാറും നമ്മൾ കഴിക്കുന്നത് രാവിലെ ആയിരിക്കും നല്ലത്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ പഴം കഴിക്കുകയായിരിക്കും നല്ലത്. അതല്ല പിന്നെ ഓറഞ്ച് പോലെയുള്ള ഈ പുളിയുള്ള സിട്രിക് ആയിട്ടുള്ള പഴങ്ങൾ അവർക്ക് പ്രശ്നം ഉണ്ടാവും, അവർക്ക് ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു പ്രശ്നം പറയും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ വൈകിട്ട് ഇപ്പം നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയമുണ്ട് വൈകിട്ട് ഫുഡ് കഴിക്കാനല്ലേ. അപ്പോൾ ആ ചായ നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ആ ചായക്കും നമ്മുടെ വൈകിട്ടത്തെ ഫുഡിനും ഇടയ്ക്ക് നമുക്ക് ഈ ജ്യൂസ് അല്ല, നമ്മളത് വെറുതെ കഴിക്കുകയാണ് നല്ലത് കേട്ടോ, കുടിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ ജ്യൂസ് കുടിച്ചാലുള്ള കുഴപ്പം എന്താണെന്നോ, നമ്മൾ ജ്യൂസ് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ അങ്ങ് കുടിക്കുകയല്ലേ. അപ്പോൾ അത് നമ്മുടെ വായിലുള്ള ഉമിനീരുമായിട്ട് ഇത് ചേർന്ന് ഇറങ്ങിപ്പോണമെന്നാണ് പറയണത്. അപ്പോൾ ജ്യൂസായിട്ടാണ് നിങ്ങൾ കുടിക്കണതെങ്കിൽ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കരുതേ. അത് പതുക്കെ വായിൽ ഒരു കവിളൊഴിച്ച് അത് പതുക്കെ ഇറക്കി പിന്നെ കുറച്ച് അങ്ങനെ നമ്മൾ സമയമെടുത്ത് പിന്നെ ഇതാണ് അർത്ഥമാക്കുന്നത്, ഉമിനീരുമായിട്ട് കലർന്നു വേണം ജ്യൂസ് ഇറങ്ങാൻ. അതാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് വൃത്തിയായിട്ട് കഴുകി അത് നമ്മൾ അങ്ങനെ ചവച്ചരച്ച് തിന്നുന്നതാണ് നല്ലത്. ചവച്ചരച്ച് തിന്നുമ്പോഴുള്ള ഗുണം ഉമിനീരും എല്ലാം കൂടെ ചേർന്ന് അത് നല്ലൊരു കണ്ടീഷനിൽ നമുക്ക് ഇറക്കാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പച്ചയ്ക്ക് പഴങ്ങൾ വേവിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ, ഒരു കാരണവശാലും വേവിച്ചത് കഴിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ ഈ ടിന്നിലൊക്കെ കിട്ടുന്ന ജ്യൂസ് അങ്ങനെയുള്ളതൊന്നും കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങുക, അത് നമ്മൾ ചവച്ചരച്ച് കഴിക്കുക, ഇതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിങ്ങനെ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പോൾ പഴങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. അത് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു, ദീർഘായുസ് കൂട്ടുന്നു, ആരോഗ്യം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഉള്ള മിക്കവാറും മുടി കൊഴിച്ചിൽ, അതുപോലെ മുടി നരയ്ക്കൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുറയുന്നു. ഇതിനെല്ലാത്തിലും ഉപരി നമ്മൾ നല്ല എനർജറ്റിക് ആവും കേട്ടോ. നമുക്കൊരു ഫ്രീ ആയിട്ട് പോലെ തോന്നും, നല്ല എനർജറ്റിക് ആവും. അത് പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ലതാണ് ഫ്രൂട്ട്സ് അധികം കഴിക്കുക എന്നുള്ളത്. പിന്നെ പഴം വെച്ചൊരു ചികിത്സയുണ്ട് കേട്ടോ. നമ്മൾ ഈ ഉപവസിക്കുക, 3 ദിവസം പഴച്ചാറ് മാത്രം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ച് ഒന്ന് ഉപവസിച്ച് നോക്കിയേ, അതിൻ്റെ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ സ്കിന്നിനും കണ്ണിനും ഹെയറിനും ശരീരഭാരം കുറയുന്നതിനും എല്ലാത്തിനും നമ്മളൊരു 3 days ഒള്ളി
പഴങ്ങൾ മാത്രം കഴിക്കുക. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇപ്പം ഇനി ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെ നൊയമ്പൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ മറ്റ് ചോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അത് വളരെ നല്ലതാണ്. മാത്രമല്ല ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്ക്, ഈ രക്തക്കുഴലിൽ തടസ്സമുണ്ടായിട്ട് അതുപോലെ വൻകുടലിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന അങ്ങനെയുള്ള ക്യാൻസറുകൾക്ക് വരാതിരിക്കുന്നതിന് വളരെ നല്ലതാണെന്നാണ് പറയണത്. ഇനി ഞാൻ കുറച്ച് പഴങ്ങൾ പറഞ്ഞു തരട്ടെ. എല്ലാ പഴങ്ങളും കഴിക്കാട്ടോ, എന്നാലും ഞാൻ കുറച്ച് പഴങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. ആദ്യം തന്നെ കിവിപ്പഴമാണ്. അത് രോഗികൾക്കും കഴിക്കാം, അല്ലാത്തവർക്കും കഴിക്കാം. ഏറ്റവും ധാരാളം വൈറ്റമിൻ ഇയും സിയും ഫൈബറും മാഗ്നീഷ്യവും പൊട്ടാസ്യം എല്ലാം ഉള്ളതാണ് ഈ കിവിപ്പഴം. അപ്പോൾ അത് കിട്ടുമെങ്കിൽ അത് കഴിക്കണം കേട്ടോ. പിന്നെ ആപ്പിള് നമ്മൾ പണ്ട് പോലെ പറയാറുണ്ട് അല്ലേ, എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താം. സത്യമാണത്. നിറയെ ആൻറ്റി ഓക്സിഡൻസും ഫ്ലാവനോയിഡ്സും എല്ലാം ഉണ്ട് ഇതിനകത്ത്. മാത്രമല്ല നമ്മുടെ വൻകുടലിലുള്ള ക്യാൻസർ വരാതിരിക്കുന്ന, അറ്റാക്ക് വരുന്നത് തടയും, സ്ട്രോക്ക് വരുന്നത് തടയും. അങ്ങനെ ഒത്തിരിയും ഗുണങ്ങൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ കിട്ടും കേട്ടോ. പിന്നെ ഞാവൽപ്പഴം, അതിനിച്ചിരി ചവർപ്പും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ആൾക്കാർ അങ്ങോട്ട് നമ്മളത് ശ്രദ്ധിക്കാത്ത പഴമാണ്. പക്ഷേ ബെസ്റ്റാന്ന് പറയണത് സ്ട്രോബെറി. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ മെയിനായിട്ട് നമ്മുടെ രക്തക്കുഴലിലെ തടസ്സമൊക്കെ മാറുന്നതിനും അതുപോലെ ഫ്രീ റാഡിക്കൽസ് തടയുന്നതിനും എല്ലാത്തിനും ഈ ഞാവൽപ്പഴം, സ്ട്രോബെറി പോലുള്ള പഴങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിച്ചാൽ അതുകൊണ്ട് മാറി മാറി കഴിക്കാട്ടോ. ഒരു പഴം തന്നെയല്ല, ഏതാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ വില കുറച്ച് കിട്ടുന്ന ഏത് പഴമാണ്. ഇനിയിപ്പോൾ ടൊമാറ്റോ ആണ് കിട്ടുന്നതെങ്കിൽ അതും നമുക്ക് കഴിക്കാം. അതിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഉണ്ട് അല്ലേ. അതുകൊണ്ട് ഇന്ന പഴം വേണം, വില കൂടിയ പഴം വേണമെന്നൊന്നും ചിന്തിക്കരുത്. നമുക്ക് കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ പഴം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുണ്ടാവുന്ന പപ്പായ, പേരയ്ക്ക, വാഴപ്പഴം എന്തായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. അല്ലാണ്ട് കാശ് കൊടുത്ത് വാങ്ങി കഴിച്ചാലേ ആണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വിചാരിക്കല്ലേ. പിന്നെ എടുത്തു പറയാനുള്ളത് തണ്ണിമത്തനാണ്. തണ്ണിമത്തൻ നമുക്ക് നമ്മുടെ പിന്നെ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് ഒത്തിരി 92% ജലാംശം ഉള്ളതാണ്. അപ്പം നമ്മുടെ ദാഹം മാറുന്നതിനും പരവേശം മാറുന്നതിനും എല്ലാത്തിനും തണ്ണിമത്തൻ വളരെ എഫക്റ്റീവാണ്. പിന്നെ അടുത്തതായിട്ട് ഓറഞ്ച്, മുന്തിരി, ഇതെല്ലാം നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന പഴങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പം എൻ്റെ ഈ പഴങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. എല്ലാവരും ഇപ്പം നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും എന്തെങ്കിലും ഒരു പഴം ഉണ്ടാവും അല്ലേ. പക്ഷെ അത് കഴിക്കുന്ന രീതിയാണ് നമ്മളൊന്ന് മാറ്റിപ്പിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ പഴങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആ കാലി വയറിൽ, വെറും വയറ്റിൽ, ഒഴിഞ്ഞ വയറിൽ പഴങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ട് പറയാം. എന്നാലാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ശരീരത്തിന് കിട്ടുള്ളൂ. അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പഴങ്ങളുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാവും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇന്ന് നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവല്ലേ. അപ്പോൾ അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. കൊറോണയൊക്കെ മാറിയെന്നും പറഞ്ഞ് അങ്ങനെ വെറുതെ വിട്ടല്ലേ പിള്ളേരെ. എല്ലാം പറഞ്ഞു മനസ്സിലാക്കി മാസ്ക് വെക്കണം, പിള്ളേരുമായിട്ട് കൂടി കലർന്ന് കെട്ടിപ്പിടിക്കല്ലേ. കുഞ്ഞുങ്ങളാകുമ്പോൾ അതൊക്കെ ചെയ്യും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പിള്ളേരൊക്കെ കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി അവരൊന്ന് സാനിറ്റൈസറൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ പിള്ളേരകത്ത് കയറ്റാൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ മാറിയെന്നൊന്നും ആരും വിചാരിക്കണ്ട. എപ്പോഴും ഇത് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു മനസ്സിലൊരു ചിന്തയോടുകൂടി മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് വളരെ ശ്രദ്ധിക്കണമെന്ന് കേട്ടോ. അതൊന്ന് പറയണമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ എന്നാൽ അപ്പം എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പം ഇനി ഒത്തിരി പേരുണ്ടല്ലോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.